എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം അജൽ മാഷാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ബിടെക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു കോഴ്സിനെ കുറിച്ചിട്ടാണ്. അതുപോലെ തന്നെ കേരളത്തിൽ കട്ട് ഓഫ് എത്ര റാങ്കാണ് വരുന്നത്. നിങ്ങളൊന്ന് ആദ്യം തന്നെ വളരെ സിമ്പിളായിട്ട് ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ് ആലോചിക്കേണ്ടത്? നമുക്കറിയാം, ഇന്ന് നമ്മൾ കണ്ണു തുറന്ന ഒരു റൂമിൽ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂരിഭാഗം സാധനങ്ങളും ഇലക്ട്രോണിക് സാധനങ്ങളാണ്. നമ്മുടെ ടി വി, ഫ്രിഡ്ജ്, മൊബൈൽ ഫോൺ നമ്മൾ എല്ലാ ദിവസവും പോക്കറ്റിൽ കൊണ്ടു നടക്കുന്ന സാധനം അല്ലേ. ഈവൻ നമുക്ക് നമ്മളുടെ വീട്ടിലത്തെ ഫാൻ വരെ എന്ത് ചെയ്യാം, ഒരു റിമോട്ട് കൺട്രോൾ വെച്ച് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത്രത്തോളം എന്താണ് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നൊരു യുഗം വന്നു കഴിഞ്ഞു. അപ്പോൾ അതിനെ തന്നെ ചുറ്റിപ്പറ്റിയിട്ട് ഇപ്പോൾ എംബഡഡ് സിസ്റ്റത്തിൻ്റെ അധിക പ്രസരണം വന്നു കഴിഞ്ഞപ്പോൾ ഒരു വസ്തുവിനെ എംബഡ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ എന്തുണ്ടായി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആഡ് ചെയ്യാൻ പറ്റി അല്ലേ. അപ്പോൾ AI ആൻഡ് ML എന്ന് പറയുന്നൊരു കോഴ്സ് MA കോളേജ് കോതമംഗലത്താണ്. കട്ട് ഓഫ് എന്ന് പറയുന്നത് 7413, അതായത് 7413 എന്ന് പറയുന്നൊരു റാങ്കാണ് അവിടെ വരുന്നത്. ഇനി നമ്മൾ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കോഴിക്കോട് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ കഴിഞ്ഞ വർഷം 7875 7875 ആയിരുന്നു കട്ട് ഓഫ് ആയിട്ട് വന്നത്. അതേപോലെ കണ്ണൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് 7134 ആണ്, 7134. ഇനി കോട്ടയത്തുള്ള RITയിലാണെങ്കിൽ 6175 ആണ്, 6175 ആണ് കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത്. പാലക്കാട് NSS ആണെങ്കിൽ 5283 റാങ്കാണ് കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് ശ്രീകൃഷ്ണപുരം ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ആണെങ്കിൽ നമുക്ക് 6425, അതായത് 6425 എന്ന് പറയുന്നൊരു റാങ്കാണ് ലാസ്റ്റ് കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത്. തൃശ്ശൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് 7827 7827. അതേപോലെ കൊല്ലം TKMലാണെങ്കിൽ 1820 1820. ഇനി നമ്മൾ തിരുവനന്തപുരം ബാർട്ടൺ ഹിൽ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് നോക്കുകയാണെങ്കിൽ അവിടെ 3851 3851. തിരുവനന്തപുരം CETയിലാണെങ്കിൽ 5241. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ്റെ റാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം ഒരു 5000 മുതൽ 7000 8000 വരെയുള്ള ഒരു ബാൻഡ് വിഡ്ത്താണ് ഇന്ന് നമ്മൾ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിങ്ങിൻ്റെ കട്ട് ഓഫ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ ഒരു പ്രാവശ്യം കൂടി പറയുകയാണ്. കോഴിക്കോട് 7875, കണ്ണൂർ 7134, കോട്ടയം 6175, അതുപോലെ തന്നെ പാലക്കാട് 5283, ശ്രീകൃഷ്ണപുരം 6425, തൃശ്ശൂർ 7827, കൊല്ലം TKMലാണെങ്കിൽ 1820, ബാർട്ടൺ ഹിൽ കോളേജിലാണെങ്കിൽ 3851, അതുപോലെ CETയിൽ 5241. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ECEക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ തള്ളിച്ച വരുന്നൊരു കോളേജ് എന്ന് പറയുന്നത് നമുക്ക് TKM കോളേജ് കൊല്ലം എന്നുള്ളത് നമുക്ക് നോക്കാം. അതുപോലെ ബാർട്ടൺ ഹിൽ എഞ്ചിനീയറിംഗ് കോളേജ് തിരുവനന്തപുരം, അതുപോലെ ഒബ്വിയസ്ലി CET, ഇങ്ങനെയുള്ള കോളേജുകൾ നമുക്ക് നല്ല കോളേജുകളായിട്ട് കരുതപ്പെടുന്ന കോളേജസാണ്. അപ്പോൾ നമുക്കറിയാം ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞുള്ള മെച്ചം ഹാർഡ്വെയർ ഭാഗങ്ങളിലേക്കും അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ രംഗത്തിലേക്കും ഈക്വലായിട്ട് പോകാനായിട്ട് പറ്റും. അപ്പോൾ ഹാർഡ്വെയർ താല്പര്യമുള്ള ആൾക്കാർ, ഇപ്പോൾ സോഫ്റ്റ്വെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. C++, അതുപോലെ C#, .NET, ജാവ, പൈത്തൺ ഇങ്ങനെയൊക്കെയും കയറി പോവാം. അപ്പോൾ മാറിയ ഒരു സോഫ്റ്റ്വെയർ ആയിട്ടുള്ള ഭാഗങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. അതേപോലെ നമുക്ക് ഹാർഡ്വെയർ, അതായത് IoT, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് ഒക്കെ പോലെ റാസ്ബെറി പൈ അങ്ങനെയൊക്കെയുള്ള പറഞ്ഞ ഹാർഡ്വെയർ ഡിവൈസസ് ഉണ്ട് ഇല്ലേ. ആ ഹാർഡ്വെയർ ഡിവൈസസ്, എംബഡഡ് സിസ്റ്റം, VLSI, സാധാരണ IC ചിപ്പ്, ഇപ്പോൾ വരാൻ എന്താന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരൊക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഈ IC മാനുഫാക്ചറിങ്ങിൻ്റെ കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യ ചൂസ് ചെയ്തേക്കാണ്.
അപ്പോൾ അത്രയധികം ഒരു എന്താണ് ഹാർഡ്വെയറിൻ്റെ ഒരു രാജ്യം ആയിട്ട് ഇന്ത്യ മാറാൻ പോവാണ്. ഏറ്റവും കൂടുതൽ സിംഗപ്പൂരിലാണ് ഈ ഇലക്ട്രോണിക്സിൻ്റെ ഏറ്റവും കൂടുതൽ IC ചിപ്പിൻ്റെയൊക്കെയും കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കണമെന്ന് നമ്മൾ പറയുന്നുണ്ട് അല്ലേ. റോബോട്ടിക്സ് എന്ന് പറയുന്ന കാര്യം നമ്മൾ സിംഗപ്പൂർ മലേഷ്യയൊക്കെയാണ് പറയുക. അപ്പോൾ അതേപോലെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇതൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് 2025-ലാണെങ്കിൽ 2029-ലാണ് നമുക്ക് ജോലി കിട്ടുക അല്ലേ. 4 കൊല്ലം കഴിയണം. അപ്പോൾ ആ 4 കൊല്ലം കഴിയുന്ന സമയത്ത് സോഫ്റ്റ്വെയർ ചിലപ്പോൾ അപ്ഡേറ്റ് ആയി പോയിട്ടുണ്ടാകും. സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹയറിങ് ആൻഡ് ഫയറിങ് എന്നുള്ള രീതിയിൽ പല ആൾക്കാരുടെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുക. അത് കഴിഞ്ഞാൽ വീട്ടിലിരിക്കുമ്പോൾ എന്താ ചെയ്യണമെന്ന് ചോദിച്ചാൽ വർക്ക് അറ്റ് ഹോം എന്ന് പറയുക. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് മാറി വ്യത്യസ്തമായിട്ട് നമുക്ക് ഹാർഡ്വെയർ ആകുമ്പോൾ എന്തുണ്ട്, നമുക്ക് കുറച്ചും കൂടി സ്റ്റേബിളാണ്. ഇനി DSP ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ്, VLSI, അതുപോലെ തന്നെ എംബഡഡ് സിസ്റ്റം, IoT, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്, സോഫ്റ്റ്വെയർ ആയിട്ടുള്ള പല കാര്യങ്ങളിലേക്കും മാറിപ്പോകാൻ പറ്റുന്നത്. അതുപോലെ നമുക്ക് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് നമുക്ക് പോവാം, അനലോഗ് സർക്യൂട്ട്സിലേക്ക് പോവാം. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എന്താണ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ്റെ യുഗമായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തുണ്ടാവണു, അതിനെക്കുറിച്ചുള്ള ഒരു നല്ലൊരു അപ്ഡേറ്റ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയുള്ള കാലഘട്ടത്തിൽ നമുക്ക് നല്ല രീതിയിൽ ജോലി കിട്ടാനായിട്ടുള്ള സംവിധാനങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഗവൺമെൻറ് അല്ലെങ്കിൽ ഡിഫൻസ് മേഖലയിൽ നോക്കുകയാണെങ്കിൽ HAL ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് അല്ലേ, അതുപോലെ ബെൽ ഭാരത് ഇലക്ട്രോണിക് ലിമിറ്റഡ്, BHEL ട്രിച്ചിയിലുള്ളത് ഭാരത് ഹെവി ഇലക്ട്രിക്കൽ ലിമിറ്റഡ്, ഇങ്ങനെ DRDO, ISRO, VSSC വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ, അതുപോലെ തന്നെ നമുക്ക് എന്താണ് പലതരത്തിലുള്ള ആറ്റോമിക് റിസർച്ച് സെൻറ്ററുകൾ വരെയുണ്ട് അല്ലേ. ബാബ ആറ്റോമിക് റിസർച്ച് സെൻറ്റർ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉണ്ടെങ്കിൽ ഉപയോഗമാണ്. മാത്രമല്ല നമ്മുടെ കേരള PSC അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ UPSC യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ഇതിലെല്ലാം തന്നെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് പഠിച്ച ആൾക്കാർക്ക് നല്ല ജോലി സാധ്യതകളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു BTech എന്ന് പറയുന്നത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എടുക്കുന്ന ആൾക്കാർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സെഡ് ടു ബി ആൻ എവർഗ്രീൻ ഡിപ്പാർട്ട്മെൻറ്റ്. എവർഗ്രീൻ എന്ന് പറഞ്ഞാൽ എന്താ, നിത്യഹരിതമായിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം. ഓക്കെ, ദെൻ ഓൾ ദി ബെസ്റ്റ്, ടേക്ക് കെയർ, ബൈ.